നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി ഉറങ്ങാതിരുന്നിട്ടുണ്ടോ? ഈ റീൽസൊക്കെ തോണ്ടിയിട്ട് നേരം വെളുപ്പിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ അല്ലേ? അതല്ലെങ്കിൽ ലവേഴ്സായിട്ട് സംസാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ചാറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസ് കണ്ടിട്ടൊക്കെ ചില ദിവസങ്ങളിൽ നമ്മൾ രാത്രി പകലാക്കാറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പിറ്റേന്ന് രാവിലെ എന്താ ചെയ്യുക? ചിലപ്പോൾ രാവിലെ നമ്മൾ കിടന്നുറങ്ങും അല്ലേ? അതും അല്ലെങ്കിൽ ആഹ്, നേരം വെളുക്കാൻ നേരത്തെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ കിടന്നുറങ്ങും. ശരിയല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുകയും പിറ്റേന്ന് രാവിലെ നോർമൽ ലൈഫ്, അതായത് സ്കൂളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ചിലപ്പോൾ നമ്മളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ചിലപ്പോൾ ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടോ അവിടെ കിട്ടിയ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഉറക്കം കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റും? ഒരു ദിവസമൊക്കെ ഓക്കെ ആയിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ റിപ്ലൈ. അങ്ങനെയാണെങ്കിൽ ഒരു 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഒട്ടും ഉറങ്ങാതിരിക്കുകയും പകല് ആക്റ്റീവായിട്ട് നമ്മൾ നോർമൽ ഡേ പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മളിൽ പലരും നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്ന കൂട്ടുകാരുള്ളവരൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, രാത്രി ഉറക്കം വരുന്ന സമയത്ത് അവർ കോഫി കുടിക്കും, അല്ലെങ്കിൽ ഒരു വാക്കിന് പോവും, അല്ലെങ്കിൽ കുറച്ചു നേരം മറ്റുള്ളവരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കും. അങ്ങനെ ഉറക്കം വരാതെ അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം, അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് പോകുന്നവരാണെങ്കിൽ പോലും രാത്രി വന്ന് അവർ കിടന്നുറങ്ങാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രാത്രി ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ചാറ്റിലൂടെയോ നമ്മൾ സമയം കളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെബ് സീരീസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് കണ്ട് നമ്മൾ സമയം കളയുകയാണെങ്കിൽ പോലും നമ്മൾ നേരം വെളുക്കുമ്പോൾ നമ്മൾ കിടന്നുറങ്ങും. അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഇതൊന്നും ചെയ്യാതെ 2 ദിവസം കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്താണ് സംഭവിക്കുക എന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? അതല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ വർക്കിന് അല്ലെങ്കിൽ ബ്രെയിൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും കംപ്ലയിൻസുകളോ തകരാറുകളോ വരാനുള്ള സാധ്യതയുണ്ടോ? ഇനി അതൊന്നുമല്ല, സാധാരണ പോലെ തന്നെ 3-ാമത്തെ ദിവസവും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ കുട്ടികളോട് പ്രത്യേകം പറയാറുണ്ട്, നിങ്ങൾ വേറെ ഏത് ദിവസം ഉറക്കം കളഞ്ഞിരുന്ന് പഠിച്ചാലും എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കോളോ, അധികം ടെൻഷൻ എടുത്ത് അല്ലെങ്കിൽ അധികം സമയം ഉറക്കം കളഞ്ഞ് നിങ്ങൾ പഠിക്കരുതെന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്ത് പഠിച്ചാൽ ആ കുട്ടികൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഫോക്കസ് കിട്ടില്ല. അതുപോലെ ഈ നൈറ്റ് ഷിഫ്റ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്ന ആളുകൾ രാത്രി അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ ഉറക്കം കളയുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം സുഖമായിട്ട് ഉറങ്ങിയ, പിറ്റേന്ന് മോർണിംഗ് സുഖമായിട്ട് ഉറങ്ങിയാൽ തന്നെയാണ് അന്നേ ദിവസത്തെ നൈറ്റ് ഷിഫ്റ്റിന് അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ലോങ് യാത്രകളൊക്കെ പോകേണ്ടി വരുന്ന സമയത്ത് നമ്മളാണ് കാർ ഓടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളാണ് ബൈക്ക് റൈഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ യാത്ര പോകുന്നത് എങ്കിൽ, അപ്പോഴൊക്കെ നമ്മുടെ ചിലപ്പോൾ രാത്രി ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പിറ്റേ ദിവസം ഭയങ്കര ഇറിറ്റേഷനാണ് അല്ലേ? എവിടെയെങ്കിലും പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, ഒന്നും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്തിനാ പ്രോപ്പറായിട്ട് ഫുഡ് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല, ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയും ഒരു തല ചുറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ രാത്രി ഉറക്കം കളയുക എന്നത് ഒരു ദിവസം പോലും ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് 2 ദിവസമൊക്കെ അടുപ്പിച്ച് ഉറക്കമില്ലാതെ, അപ്പോൾ ശ്രദ്ധിക്കണം, പകല് നമ്മൾ ഉറങ്ങുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷൻ കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും അല്ലേ? ചില ആൾക്കാർ പറയാറുണ്ട്, അങ്ങനെ ഒരു ദിവസം രാത്രി ഉറക്കം കളഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാറില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിച്ചാൽ മതി, നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും, നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിലേ അങ്ങനെ ഉറങ്ങാതിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീർക്കാനുണ്ട് എന്നുള്ള ഒരു ഇൻറ്റൻഷൻ, അതായത് നമ്മൾ ബിസി ആയിട്ടാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഉറക്കം വലിയ പ്രശ്നമായിട്ടൊന്നും വരാറില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു 24 മണിക്കൂർ കടന്നാൽ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ പവർ ഡൗൺ ആകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ റിയാക്ഷൻസ് ഒക്കെ സ്ലോ ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് 24 മണിക്കൂർ ഉറങ്ങാത്ത ഒരാൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ എന്താ റിപ്ലൈ കൊടുക്കേണ്ടേ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് നേരിടും എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 24 മണിക്കൂർ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ തന്നെ നമ്മൾ ഒരു മൈൽഡായിട്ട് ആൽക്കഹോൾ കഴിച്ച ഒരു എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 36 മണിക്കൂറാണെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ എഫക്റ്റുകളൊക്കെ ഡബിൾ ആകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അതായത്
നമുക്ക് മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുണ്ടാവും. പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ ഒരു 36 മണിക്കൂർ നമ്മൾ ഉറങ്ങാതിരിക്കുക കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മൂഡ് സ്വിങ്സ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ആൻസൈറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക 24 മണിക്കൂറോ 36 മണിക്കൂറോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡെയിലി ലൈഫിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു 24 അല്ലെങ്കിൽ ഒരു 36 മണിക്കൂർ നമ്മൾ ഉറങ്ങാതെ താണ്ടി കഴിയുമ്പോൾ നമുക്ക് റീഡിങ്ങിലൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴൊക്കെ നാക്ക് കുഴയുന്നതായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചിന്തിക്കാനും ഡിസിഷൻസ് എടുക്കാനും പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇനി ഒരു 48 മണിക്കൂർ കടക്കുകയാണെങ്കിലോ, അപ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി മൈക്രോ സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്താണ് മൈക്രോ സ്ലീപ്പ്? മൈക്രോ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂ സെക്കൻഡ്സ്, 2 മുതൽ 5 സെക്കൻഡ് വരെ നമ്മുടെ ബ്രെയിന് ടോട്ടലി ഓഫായി പോകുന്നതിനെയാണ് മൈക്രോ സ്ലീപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കുറച്ച് മണിക്കൂറുകളായിട്ട്, അതായത് 48 മണിക്കൂറായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ബ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ആയതുകൊണ്ട് ബ്രെയിൻ തന്നെ തീരുമാനിക്കുകയാണ് കുറച്ച് നേരം നമുക്ക് ഓഫ് ആവാന്ന്. അത് ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാവാം, നമ്മൾ നടക്കുന്ന സമയത്താവാം, എന്തിനാ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോലും ബ്രെയിൻ ചിലപ്പോൾ ഓഫായി പോവും. അത് നമ്മുടെ പെർമിഷനോട് കൂടി ഒന്നല്ല ഈ ബ്രെയിൻ ഓഫ് ആവുന്നത്. സീരിയസ്ലി അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് അല്ലേ? നമ്മളറിയാതെ നമ്മുടെ ബ്രെയിൻ ഓഫായി പോയാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, തീർച്ചയായിട്ടും വലിയൊരു അപകടം അവിടെ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മൾ നടക്കുകയാണെങ്കിൽ പോലും നമ്മൾ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 36 അല്ലെങ്കിൽ 48 മണിക്കൂറൊക്കെ ഉറക്കം ഒഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിന് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള മൈക്രോ സ്ലീപ്പ് ആക്ഷൻസ് എടുക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇങ്ങനെ ബ്രെയിൻ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഹാലൂസിനേഷൻ ഒക്കെ തോന്നി തുടങ്ങും. അതായത് ചില കാര്യങ്ങൾ ഉള്ളതോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാവാതിരിക്കുക, സൗണ്ട് ഇല്ലാത്തതൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ കേൾക്കുന്ന പോലെ തോന്നുക, നമ്മുടെ മുൻപിലുള്ള ആളുകൾ ചിലപ്പോൾ ഒരാളെ 2 ആളായിട്ട് തോന്നുക, അല്ലെങ്കിൽ മുന്നിലുള്ള ആളെ ചിലപ്പോൾ കാണാതിരിക്കുക. അങ്ങനെ ടോട്ടലി നമ്മുടെ ബ്രെയിന് ഒന്ന് എന്താ പറയുക ആകെ കൺഫ്യൂഷൻ അടിച്ചു പോകും. ഈ സമയത്ത് റിയാലിറ്റിയും ഇമാജിനേഷനും ഒക്കെ മിക്സ് ആയിട്ട് നമുക്ക് എന്താ യാഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നടക്കുന്നത് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാണ്ട് ചുരുക്കി പറഞ്ഞാൽ ആകെ ഒരു പുക പോലെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. ശരാശരി ഒരു മനുഷ്യനെ 24 മണിക്കൂറിനുള്ളിലെ ഒരു 8-9 മണിക്കൂർ സുഖനിദ്ര അത്യാവശ്യമാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഒക്കെ റീസെറ്റ് ആവാനും, അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ടോക്സിൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനും, പിന്നെ നമ്മുടെ എനർജി റീസ്റ്റോർ ചെയ്യാനും ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഈ 24 മണിക്കൂറിനുള്ളിലെ 8 മണിക്കൂർ പോട്ടെ, ഒരു 6-7 മണിക്കൂറെങ്കിലും നമുക്ക് ചുരുങ്ങിയത് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് വേസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കാതെ സ്ട്രഗിൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നൽസ് സ്ലോ ആകുന്നതിന് അതൊരു കാരണമാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സിസ്റ്റം ഓവർലോഡായിട്ട് മാറും. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമുക്കൊരു 48 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഹാലൂസിനേഷൻ പോലെയുള്ള ഫീല് നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ബഹുഭൂരിപക്ഷം ഓർഗൻസും റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ബ്രെയിനിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വീക്കാവുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹോർമോണുകൾ ഇംബാലൻസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം ഹാർട്ട് കുറച്ച് സ്ട്രെസ് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും രാത്രി ഉറക്കം കളഞ്ഞിരിക്കുകയാണെങ്കിൽ, അതിപ്പോൾ ചാറ്റ് ചെയ്തിട്ടോ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെബ് സീരീസ് കണ്ടിട്ടോ എന്തും തന്നെ ആകട്ടെ, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആ ഉറക്കം കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. കാരണം ഉറക്കം എന്നത് ഒരു നെസസിറ്റിയാണ്, ലക്ഷറി അല്ല. നിങ്ങൾ ഓരോ ദിവസവും എത്ര നേരം ഉറങ്ങുമെന്ന് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം. ടിൽ ദെൻ ബൈ.